സുഹൃത്തുക്കളെ, മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്യുന്നവരുടെ മുൻപിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന സ്വിച്ച് വാക്കുകളും ആർക്കും ജപിക്കാവുന്ന മന്ത്രങ്ങളും ഇനിയും ഉണ്ടാകുമെന്നും അത് നിങ്ങളെ നേട്ടങ്ങളിൽ എത്തിക്കുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ ജപിക്കുമ്പോൾ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ചാനലിൽ പല മന്ത്രങ്ങളും ജീവിത വിജയത്തിന് വേണ്ടിയുള്ള സ്വിച്ച് വേർഡുകളും നിലവിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ പറയുന്നു, അത് വിശ്വസിച്ചാൽ പറഞ്ഞതുപോലെ ലഭിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ചത് നേടുവാൻ കഴിയും. അതുകൊണ്ട് ഈ ചാനലിൽ മുൻപ് അവതരിപ്പിച്ച വീഡിയോസിൽ നിങ്ങളുടെ വിഷയത്തിന് പറ്റിയത് തിരഞ്ഞു എടുത്തു ജപിക്കുക. പഴയ വീഡിയോസ് കാണാത്തവർ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ ചാനലിൽ നിന്നും തിരഞ്ഞു എടുത്തു ജപിച്ചു നോക്കുക. ഓരോ വിഷയങ്ങൾക്കും ഓരോ സ്വിച്ച് വാക്കുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണുവാൻ കഴിയും. വിശ്വസിച്ചു ജപിച്ചാൽ നിങ്ങളുടെ ഏതാഗ്രഹവും നടന്നിരിക്കും. ഇന്നത്തെ നമ്മുടെ വിഷയം സ്വിച്ച് വേർഡുകളാണ്. ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്നവർ ധാരാളം. നിരാശ വളരെ സാധാരണമായ ഒരു പ്രശ്നമാണ്. പല കാരണങ്ങളാൽ ആളുകൾ വിഷാദത്തിലേക്ക് വഴുതി വീഴാം. ചിലപ്പോൾ അത് വളരെ വേദനാജനകമായ അനുഭവമായിരിക്കും. നിരാശ, ശക്തമായ നിരാശാബോധം, ഉടനടി നടപടിയെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രതിസന്ധി എന്നിവയുൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഉടലെടുക്കാം. നിസ്സഹായത, നിരാശ, അല്ലെങ്കിൽ അജ്ഞാതമായതിനെക്കുറിച്ചുള്ള ഭയം എന്നിവയിൽ നിന്നും ഇതുണ്ടാകാം. സാമ്പത്തിക പ്രശ്നങ്ങൾ, കടം, തൊഴിൽ നഷ്ടം, അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തത് എന്നിവ സാമ്പത്തിക നിരാശയിലേക്ക് നയിച്ചേക്കാം. ഇത് തീരുമാനമെടുക്കലിനെയും ക്ഷേമത്തെയും ബാധിക്കും. ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, പ്രണയപരമോ കുടുംബപരമോ ആയ ബന്ധങ്ങളിലെ തകർച്ചകൾ ഒറ്റപ്പെടലിന്റെയും നിരാശയുടെയും ഒരു തോന്നൽ സൃഷ്ടിക്കുകയും അനാരോഗ്യകരമായ തരണം ചെയ്യൽ സംവിധാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. മെഡിക്കൽ പ്രതിസന്ധികൾ, ഗുരുതരമായ ഒരു രോഗമോ പരിക്കോ നേരിടുന്നത് നിരാശയുടെയും ഉടനടി പരിഹാരങ്ങൾ തേടുന്നതിന്റെയും വികാരങ്ങൾക്ക് കാരണമാകും. ചിലപ്പോൾ ആവേശകരമായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. നിസ്സഹായതയും നിരാശയും, ഒരു സാഹചര്യം മാറ്റാൻ കഴിയാത്തതോ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ അഭാവമോ നിരാശയ്ക്ക് കാരണമാകും. ഇത് ഉത്കണ്ഠയിലേക്കും ആത്മഹത്യാ ചിന്തയിലേക്കും പോലും നയിച്ചേക്കാം. അജ്ഞാതമായതിനെക്കുറിച്ചുള്ള ഭയം, അജ്ഞാതമായതിനെക്കുറിച്ചുള്ള ഭയം പ്രത്യേകിച്ച് മാറ്റത്തിലേക്ക് കുതിക്കുമെന്ന ഭയത്തോടൊപ്പം വർത്തമാനകാലത്ത് സ്തംഭനാവസ്ഥയിലേക്കും നിരാശയിലേക്കും നയിച്ചേക്കാം. ബാഹ്യപ്രതീക്ഷകൾ, കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഉള്ള സമ്മർദ്ദം, ആ പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയുന്നില്ലെന്ന് തോന്നുമ്പോൾ അപര്യാപ്തതയ്ക്കും നിരാശയ്ക്കും കാരണമാകും. ലക്ഷ്യമോ അർത്ഥമോ ഇല്ലായ്മ, ജീവിതത്തിൽ ലക്ഷ്യമോ അർത്ഥമോ ഇല്ലാത്തത് ശൂന്യതയിലേക്കും നിരാശയിലേക്കും നയിച്ചേക്കാം. പ്രത്യേകിച്ചും ഒരാൾ ഒരു ദുർഗതിയിൽ കുടുങ്ങിപ്പോയതായി തോന്നുകയോ നിവൃത്തിയില്ലാതെ വരികയോ പ്രശ്നം ആസക്തി നിറഞ്ഞ പെരുമാറ്റങ്ങളാണ്. ലഹരിവസ്തുക്കളുടെ ദുരുപയോഗം അല്ലെങ്കിൽ നിർബന്ധിത പെരുമാറ്റങ്ങൾ പോലുള്ള ആസക്തികൾ നിരാശയുടെയും ആശ്രിതത്വത്തിന്റെയും ഒരു ചക്രം സൃഷ്ടിച്ചേക്കാം. ഇത് അതിൽ നിന്ന് മുക്തി നേടുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ആഘാതം, കഴിഞ്ഞ കാലത്തെ ആഘാതം ഒരു വ്യക്തിയുടെ സമ്മർദ്ദത്തെ നേരിടാനും ജീവിതം നയിക്കാനുമുള്ള കഴിവിനെ സാരമായി ബാധിക്കും. ഇത് നിരാശയിലേക്കും നയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ മനുഷ്യർ ജീവിതത്തിൽ നേരിടുന്നു. ഈ അവസ്ഥകളിൽ ഒരു മരുന്നുപോലെ നിങ്ങൾ ഈ മാന്ത്രിക വാക്കുകൾ ജപിക്കുക. ദിവസം 51 തവണ 21 ദിവസം നിങ്ങളുടെ നിരാശ ഇനിയും നിങ്ങളെ ദ്രോഹിക്കുവാൻ കഴിയില്ലെന്നു വിശ്വാസത്തോടെ ജപിക്കുക. നിരാശകൾ ഇല്ലാത്ത ജീവിതം നയിക്കുന്നത് മനസ്സിൽ ഓർത്തു ജപിക്കുക. തീർച്ചയായും നിങ്ങളുടെ വിഷാദങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. സ്വിച്ച് വേർഡ്സ് എന്താണ് എന്ന് മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വീഡിയോസിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു സ്വിച്ച് വേർഡ്സ് എന്താണ് എന്ന് മനസ്സിലാക്കി ജപിക്കുക. ഓർക്കുക, ഏത് ജീവിത പ്രശ്നങ്ങളും താൽക്കാലികമാണ്. ഇന്ന് വിഷാദം എങ്കിൽ നാളെ അത് മാറും. മാറ്റങ്ങൾ സംഭവിക്കും. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിൽ ഞങ്ങളെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ചാനൽ പ്രയോജനകരം എങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, മനസ്സിലാക്കുക, ജപിക്കുക, നേടുക.